നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് ലഹരി പിടികൂടിയത്. റാഫി കരീം കൊച്ചിൻ ചെയ്യുന്നു. റാഫി, എങ്ങനെയായിരുന്നു ലഹരി വിൽപ്പന? ഏത് സൈറ്റ്? എങ്ങനെയാണ് അതിന്റെ ഒരു ഡീലിംഗ്സ്? ഓൺലൈൻ ആപ്പ് വഴിയുള്ള ലഹരി വിൽപ്പന നടത്തിയ 2 പേരെയാണ് ഇപ്പോൾ ലഹരി വസ്തുക്കളുമായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നാണ് കണ്ണൂർ സ്വദേശികളായ സഹോദരങ്ങളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ കണ്ണൂരിൽ നിന്ന് ലഹരിയുമായി കൊച്ചിയിൽ എത്തിയതാണ്. ഈ ഓൺലൈൻ ആപ്പ് വഴി ഓർഡർ ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ലഹരി എത്തിക്കുകയാണ് ഇവരുടെ രീതി. ഈ ലഹരി വാങ്ങുന്ന ആളുകളെ കുറിച്ച് ഒരു വിവരവും ഈ ആപ്പിൽ നിന്ന് ഇവർക്ക് ലഭിക്കില്ല. അങ്ങനെ ഈ ആളുകളുടെ ഓർഡർ അനുസരിച്ച് ഒരു സ്ഥലം നിശ്ചയിക്കുന്നു. ആ സ്ഥലത്ത് ഈ ലഹരി ഉപേക്ഷിച്ച് മടങ്ങേണ്ടതാണ്. ലഹരി ഉപേക്ഷിച്ച് മടങ്ങുമ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും. ആ രീതിയിലുള്ള സജ്ജീകരണമാണ് ഈ ആപ്പിലുള്ളത്. ഈ ആപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 38 ഗ്രാം MDMA-യുമായാണ് കണ്ണൂർ സ്വദേശികളായ സഹോദരങ്ങളെ നോർത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ഇവരെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും ഈ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം ഓൺലൈനിലാണ്. ലഹരി എത്തിക്കുന്നയാളും അറിയില്ല, ലഹരി വാങ്ങാൻ വരുന്നവരെയും അറിയില്ല. പരസ്പരം അറിയാതെ പണം കൈമാറി, ലഹരി കൈമാറി ഡീലിംഗ്സ്. എന്തായാലും ഈ സൈറ്റിനെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.